So friends, basic electrical engineering and networks എന്നീ രണ്ട് ടോപ്പിക്കുകളിലുള്ള പ്രധാനപ്പെട്ട മുമ്പ് PSC ചോദിച്ചിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. തിയറി ക്ലാസ്സസ് ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതിന് ശേഷം വരുന്ന ഒരു സെഷനാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വായിക്കാം. 3 resistances each having a value of A are connected to form a Y structure. If a 3-phase balanced supply with a line voltage of A volts is applied, then the power drawn per phase from the supply is. So ഇത്തരം ചോദ്യങ്ങൾ സാധാരണ നമുക്ക് ചോദിക്കാറുണ്ട്. പ്രോബ്ലമാറ്റിക് ആണ്. വളരെ എളുപ്പത്തിൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തെറ്റാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. സോ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് വെക്കുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾ ആൻസറിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല. നമ്മുടെ എക്സാമിന് ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. വളരെ മിനിമം ടൈമിൽ നമ്മൾ ഏറ്റവും ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ കറക്റ്റ് ആൻസറിലേക്ക് നമ്മൾ എത്തേണ്ടതായിട്ടുണ്ട്. സോ ഞാൻ അതിന് പുറമെ കുറച്ച് കാര്യങ്ങൾ, ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സെഷൻ മുമ്പോട്ട് പോകുന്നത്. സോ നമുക്ക് തന്നിട്ടുള്ളത് 3 റെസിസ്റ്റൻസസ് ഈച്ച് ഹാവിങ് എ വാല്യൂ ഓഫ് എ. അപ്പോൾ എ എന്നുള്ളതാണ് എൻ്റെ വാല്യൂ. ഇവിടെ ഓം എന്ന് കൂടിയുണ്ട്, എ ഓം. ആർ കണക്റ്റഡ് ടു ഫോം എ വൈ സ്ട്രക്ചർ. സോ നമുക്ക് വൈ സ്ട്രക്ചർ ഉണ്ട്, അതുപോലെ ഡെൽറ്റ സ്ട്രക്ചർ ഉണ്ട് അല്ലേ. നമുക്ക് റെസിസ്റ്റൻസസ് അല്ലെങ്കിൽ ഇമ്പിഡൻസസ് രണ്ട് രീതിയിൽ നമ്മൾ 3 ഫേസിൽ കണക്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ 3 ഫേസ് ലോഡ് 2 ടൈപ്പ് ഉണ്ട്, വൈ അല്ലെങ്കിൽ ഡെൽറ്റ. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലേ, വൈ കണക്റ്റഡ് ലോഡ് ആൻഡ് ഡെൽറ്റ കണക്റ്റഡ് ലോഡ്. സോ ഇവിടെ വൈ കണക്റ്റഡ് ലോഡാണ് തന്നിരിക്കുന്നത്. സോ എന്ത് ചെയ്യാം, ഞാൻ ആദ്യം അതിൻ്റെ ഒരു ഫിഗർ ജസ്റ്റ് വരയ്ക്കാം. സോ എ വൈ കണക്റ്റഡ് ലോഡ് ഈസ് ഡ്രോൺ ലൈക്ക് ദിസ്. സോ ഇവിടെയുള്ള ഓരോ ഫേസിലും ഉള്ള റെസിസ്റ്റൻസസ് എ ഓംസ് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. സോ എനിക്ക് എഴുതാം, ഓരോ ഫേസിലുമുള്ള റെസിസ്റ്റൻസസ് എ ഓംസ് ആണ്. ഇഫ് എ 3 phase ബാലൻസ്ഡ് സപ്ലൈ വിത്ത് എ ലൈൻ വോൾട്ടേജ് ഓഫ് എ വോൾട്ട്സ് ഈസ് അപ്ലൈഡ്. സോ ഈ ഒരു 3 phase സ്റ്റാർ കണക്റ്റഡ് അല്ലെങ്കിൽ വൈ കണക്റ്റഡ് ലോഡിലേക്ക് നമ്മളൊരു 3 phase ബാലൻസ്ഡ് സപ്ലൈ എന്ത് ചെയ്യാണ്, AC സപ്ലൈ നമ്മൾ കൊടുക്കുകയാണ്. സോ ആ ഒരു ഫിഗർ കൂടി വരയ്ക്കുമ്പോൾ ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ നമ്മൾ സപ്ലൈ കൊടുക്കുന്നു അല്ലേ, 3 phase സപ്ലൈ ആണ്. എന്താണ് ഇതിൻ്റെ ലൈൻ വോൾട്ടേജ്? ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ട്, എ വോൾട്ടാണ് ലൈൻ വോൾട്ടേജ്. സോ ഇവിടെ നമുക്ക് VL ഈസ് ഈക്വൽ ടു എ വോൾട്സ് എന്ന് നമുക്ക് എഴുതാം. ഇത്രേ തന്നിട്ടുള്ളൂ. വി ഹാവ് ടു ഫൈൻഡ് ദി പവർ ഡ്രോൺ പെർ ഫേസ് ഫ്രം ദി സപ്ലൈ. സോ പെർ ഫേസ് പവറാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ, പെർ ഫേസ് പവർ. സോ എങ്ങനെയാണ് നമ്മൾ പെർ ഫേസ് പവർ കണ്ടുപിടിക്കുന്നത്? സോ വി ഹാവ് ടു ഫൈൻഡ് ദി പെർ ഫേസ് പവർ, ദാറ്റ് ഈസ് P പെർ ഫേസ് അല്ലേ. സോ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് പോവുകയാണെങ്കിൽ പെർ ഫേസ് പവർ ഈസ് നത്തിങ് ബട്ട് പെർ ഫേസ് വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ് ഇൻറ്റു ഫേസ് കറണ്ട് അല്ലേ. അത്രേ ഉള്ളൂ. ഓരോ ഫേസിലും എത്ര പവർ ഡ്രോ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം. സോ വി ഫേസ് ഇൻറ്റു ഐ ഫേസ് അല്ലെ, ഡയറക്റ്റ് ഇക്വേഷനാണ്, ഒന്നും ആലോചിക്കാനില്ല. പവറിൻ്റെ ബേസിക് ഇക്വേഷനാണ് വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. സോ നമുക്കിവിടെ ഫേസ് വോൾട്ടേജ് വേണം, ഫേസ് കറണ്ട് വേണം. എന്താണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റ? തന്നിട്ടുള്ള ഡാറ്റ ലൈൻ വോൾട്ടേജ് ആണ് അല്ലേ. ഓഫ് കോഴ്സ് ഇവിടെ ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ട്, VL ഈസ് ഈക്വൽ ടു എ വോൾട്ട്. സോ ഞാൻ എഴുതുന്നു VL ഈസ് ഈക്വൽ ടു എ വോൾട്ട്സ് ആണ്. അപ്പോൾ ഹൗ ടു ഫൈൻഡ് ദി ഫേസ് വോൾട്ടേജ്? നമുക്കറിയാം, സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും, കറണ്ട് സെയിം ആയിരിക്കും അല്ലേ. ഡെൽറ്റ കണക്റ്റഡ് ലോഡാണെങ്കിലോ, ലോഡ് ഡെൽറ്റ കണക്റ്റഡ് ആണെങ്കിൽ അവിടെ വോൾട്ടേജ് സെയിം ആയിരിക്കും. വോൾട്ടേജ് സെയിം ആയിരിക്കും മീൻസ് ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും സെയിം ആയിരിക്കും അല്ലേ. നമ്മൾ വോൾട്ടേജ് 3 phase സപ്ലൈയിൽ 2 ടൈപ്പ് വോൾട്ടേജ് പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഫേസ് വോൾട്ടേജ് ഉണ്ട്, അതുപോലെ ലൈൻ വോൾട്ടേജ് ഉണ്ട് അല്ലേ. അത് തമ്മിലുള്ള റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഡെൽറ്റ കണക്ഷൻ ആണെങ്കിൽ നമുക്ക് ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഫേസ് കറണ്ട് ഈക്വൽ ആയിരിക്കില്ല. നമുക്ക് ഫേസ് കറണ്ട് എന്ന് പറയുന്നത് ലൈൻ കറണ്ട് ഡിവൈഡഡ് ബൈ √3 ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ, സ്റ്റാർ കണക്റ്റഡ് അല്ലെങ്കിൽ വൈ കണക്റ്റഡ് ലോഡാണെങ്കിൽ നമ്മുടെ കറൻസ് ഈക്വൽ ആയിരിക്കും, ബട്ട് വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. പെർ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ √3 ആയിരിക്കും. എന്നാൽ ഫേസ് കറണ്ടും ലൈൻ കറണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും.
സോ ഈ ഒരു ബേസിക് ഐഡിയ അറിയാമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടെ ഞാൻ തിരിച്ചു വരുന്നു. വി ഫേസ് ഈസ് നത്തിങ് ബട്ട് വി എൽ ഡിവൈഡഡ് ബൈ √3 ബിക്കോസ് ഇതെന്താണിത് സ്റ്റാർ കണക്റ്റഡ് ലോഡാണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ എ വോൾട്ടാണ്. സോ എ ഡിവൈഡഡ് ബൈ √3. സോ ഇവിടെ ഓരോ ഫേസിലും ഇതാണല്ലോ എൻ്റെ ഒരു ഫേസ് എന്ന് പറയുമ്പോൾ അല്ലേ, ആ ഓരോ ഫേസിലുമുള്ള റെസിസ്റ്റൻസ് എ ഓംസ് ആണ് അല്ലെ. റെസിസ്റ്റൻസ് ഇൻ ഈച്ച് ഫേസ് ആർ ഫേസ് ഈസ് നത്തിങ് ബട്ട് എ ഓംസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് കറണ്ട് കണ്ടുപിടിക്കുക? കറണ്ട് ഐ ഫേസ് ഈസ് ഈക്വൽ ടു അല്ലെ, ഐ ഫേസ് ഈസ് ഈക്വൽ ടു വി ഫേസ്, അതായത് പെർ ഫേസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ആ ഓരോ ഫേസിലുള്ള റെസിസ്റ്റൻസ്. വേറെ ഒന്നും ഇവിടെ ആലോചിക്കാനില്ല, ഡയറക്റ്റ് ആണ്. സോ ഡിവൈഡഡ് ബൈ എ അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബൈ √3 ഡിവൈഡഡ് ബൈ എ. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എ ഡിവൈഡഡ് ബൈ എ √3. സോ ഏതൊക്കെ വാല്യൂസാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്? ഫേസ് വോൾട്ടേജ് ഉണ്ട്, ദാറ്റ് ഈസ് എ ബൈ √3, ക്യാപിറ്റൽ എ ബൈ √3. അതുപോലെ നമുക്ക് ഫേസ് ഓരോ ഫേസിലുള്ള റെസിസ്റ്റൻസ് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ ഓരോ ഫേസിലുള്ള കറണ്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ് അല്ലേ, എ ഡിവൈഡഡ് ബൈ √3. സോ വോൾട്ടേജ് നമ്മുടെ കയ്യിലുണ്ട്, റെസിസ്റ്റൻസ് നമ്മുടെ കയ്യിലുണ്ട്, കറണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ഓരോ ഫേസിലുമുള്ള വാല്യൂസ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫേസ് പവർ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? വോൾട്ടേജ് പെർ ഫേസ് ഇൻറ്റു കറണ്ട് പെർ ഫേസ് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദ ആൻസർ എന്താ വരിക? പെർ ഫേസ് പവർ ഈസ് ഈക്വൽ ടു V phase. What is V phase? A divided by √3 into I phase. I phase is A divided by A √3. So that is equal to A square divided by √3 into √3. 3 ആണ്. So 3 into A. So A square divided by 3A എന്നുള്ളൊരു ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതിലെ ഓപ്ഷന് B is the right answer അല്ലേ. സോ ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ കറണ്ട് പെർ ഫേസ് നമ്മൾ കണ്ടുപിടിച്ചാണ് സെപ്പറേറ്റ് അല്ലേ. സോ ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ ഓൾറെഡി നമുക്ക് വോൾട്ടേജ് കയ്യിലുണ്ട്, അതുപോലെ റെസിസ്റ്റൻസ് കയ്യിലുണ്ട്. വോൾട്ടേജും റെസിസ്റ്റൻസും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? പവർ കണ്ടുപിടിക്കാം. സോ അങ്ങനെ കണ്ടുപിടിച്ചാലും തെറ്റില്ല. ദാറ്റ് ഈസ് വോൾട്ടേജ് പെർ ഫേസ് ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ √3 ആണ്. നമ്മുടെ റെസിസ്റ്റൻസ് പെർ ഫേസ് എന്ന് പറയുന്നത് എ ആണല്ലോ അല്ലേ. എ ആണ്, എ ഓംസ് ആണ് ഓരോ ഫേസിലുമുള്ള നമ്മുടെ റെസിസ്റ്റൻസ്. സോ നമുക്ക് പവറിൻ്റെ ഇക്വേഷൻസ് അറിയാം. പവറിൻ്റെ ഇക്വേഷൻസ് ഒന്ന് വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ്, വി ഇൻറ്റു ഐ ഉണ്ട്. അതുപോലെ നമുക്ക് I സ്ക്വയർ ഇൻറ്റു ആർ ഉണ്ട് അല്ലേ. നമുക്ക് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. 3 ഇക്വേഷൻ വളരെ ബേസിക് ആയിട്ടുള്ള സ്കൂൾ ലെവലിൽ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻസ് ആണെന്ത്? പവർ P is equal to V into I which is equal to I square into R which is equal to V square divided by R. നമ്മൾ ഒരിക്കലും മറക്കാൻ ചാൻസ് ഇല്ലാത്ത ഇക്വേഷൻസ് ആണ്. സോ ഇവിടെ വി സ്ക്വയർ ബൈ ആർ എന്നുള്ള ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അപ്ലൈ ചെയ്യാം, ഡയറക്റ്റ് ആണല്ലോ. സോ അപ്ലൈയിങ് വി ആൻഡ് ആർ. സോ പവർ P is equal to വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഡിവൈഡഡ് ബൈ √3 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ദ റെസിസ്റ്റൻസ് ഈസ് നത്തിങ് ബട്ട് എ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഡിവൈഡഡ് ബൈ √3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 ആണ്. സോ 3 ഇൻറ്റു എ. സോ ഈ രണ്ട് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? പവർ കണ്ടുപിടിക്കാം. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ സാധാരണ ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടേണ്ടതായിട്ടുണ്ട്. സോ ആ സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഏത് ഇക്വേഷൻ ആണോ വരുന്നത് ഡയറക്റ്റ് എന്ത് ചെയ്യുക? നമ്മൾ അപ്ലൈ ചെയ്തോളാം, ആൻസറിലേക്ക് എത്തും. സോ നമ്മുടെ ആൻസർ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3A എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ഒരു ചോദ്യം നോക്കൂ. എ 230 വോൾട്ട് 50 ഹെർട്സ് സിംഗിൾ ഫേസ് സപ്ലൈ ഈസ് കണക്റ്റഡ് ടു ദി സീരീസ് കോമ്പിനേഷൻ ഓഫ് എ പ്യുവർ റെസിസ്റ്റൻസ് ഓഫ് 50 ohms ആണ് കേട്ടോ, ohms, a pure variable capacitor of 25 microfarad and a pure variable inductor of 1.5 millihenry. By property adjusting the component, it is made that the current through the circuit is maximum. What is the power factor of the circuit now? So ചോദ്യം കൃത്യമായിട്ട് വായിക്കുക. സോ എന്താണ് തന്നിട്ടുള്ളത്? നമുക്കൊരു സിംഗിൾ ഫേസ് AC സപ്ലൈ ഉണ്ട്, അതിലേക്ക് സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻഡക്റ്റൻസ് ഉണ്ട്, കപ്പാസിറ്റൻസ് ഉണ്ട് അല്ലേ. സോ ജസ്റ്റ് ആ ഒരു ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്, ഇതിലേക്ക് നമ്മൾ ഒരു സിംഗിൾ ഫേസ് AC സപ്ലൈ കൊടുത്തിരിക്കുകയാണ്. ദിസ് ഈസ് അവർ സർക്യൂട്ട്, ദാറ്റ് ഈസ് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്. ഇതിലേക്ക് ഒരു 230 വോൾട്ട് 50 ഹെർട്സ് AC സപ്ലൈ ആണ് കൊടുത്തിട്ടുള്ളത്. ഡീറ്റെയിൽഡായിട്ട് പറയുമ്പോഴാണ് ഒരുപക്ഷെ ഇതിൻ്റെ ആൻസർ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും.
ഡീറ്റെയിലായിട്ട് പറയുമ്പോഴാണ് നമുക്ക് ഇത്രയും സമയം എടുക്കുന്നത്. സോ ഇവിടെ ഓരോ വാല്യൂസും തന്നിട്ടുണ്ട്. 50 ohms ഉണ്ട്, 25 മൈക്രോ ഫാരഡ് ഉണ്ട്, അതുപോലെ 1.5 മില്ലി ഹെൻറി ഉണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ആ വാല്യൂസ് ഒന്നും എഴുതുന്നില്ല. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇതിൽ നോക്കാനുള്ളത്, ബൈ അഡ്ജസ്റ്റിംഗ് ദി കമ്പോണൻറ്റ്സ് ഇറ്റ് ഈസ് മെയ്ഡ് ദാറ്റ് ദി കറണ്ട് ത്രൂ ദി സർക്യൂട്ട് ഈസ് മാക്സിമം. ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മളെവിടെ അത് പഠിച്ചിട്ടുള്ളത്? നമുക്കൊരു AC സർക്യൂട്ട് ഉണ്ടെങ്കിൽ ആ AC സർക്യൂട്ടിൽ കറണ്ട് സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ അല്ലേ, RLC സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് ത്രൂ ദി സർക്യൂട്ട് ഈസ് മാക്സിമം വെൻ ദ സർക്യൂട്ട് ഈസ് അറ്റ് റെസണൻസ് കണ്ടീഷനാണ് അല്ലേ, സീരീസ് റെസണൻസ് കണ്ടീഷൻ. സോ ഇവിടെ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മളെ മൈൻഡിലേക്ക് സീരീസ് റെസണൻസ് കണ്ടീഷനാണ് തന്നിട്ടുള്ളത് എന്ന കാര്യം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പെട്ടെന്ന് നമ്മളെ മൈൻഡിലേക്ക് വരണം, സീരീസ് റെസണൻസ് ആണ്. സോ ആ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ റെസണൻസ് കണ്ടീഷൻ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. ആക്ച്വലി ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂസ് ഒന്നും നമുക്കിവിടെ ആവശ്യമില്ല. നമ്മൾ വെറുതെ വാരി വലിച്ച് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, ഇൻഡക്ടൻസിൻ്റെ വാല്യൂ, കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഒന്നും എടുത്ത് എഴുതേണ്ടതായിട്ടില്ല. ഈ സർക്യൂട്ട് പോലും വരയ്ക്കേണ്ടതായിട്ട് നമുക്കിവിടെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് അല്ലേ. വളരെ പെട്ടെന്ന് ഇവിടെയുള്ള ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഇത് കാണുമ്പോൾ തന്നെ പലർക്കും ആൻസറിലേക്ക് ഓൾറെഡി എത്തിയിട്ടുണ്ടാവും. ബിക്കോസ് റെസണൻസ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം പവർ ഫാക്ടർ അല്ലേ, വാട്ട് ഈസ് ദി പവർ ഫാക്ടർ ഓഫ് ദി സർക്യൂട്ട് നൗ എന്നുള്ളതാണ് ചോദ്യം. സോ റെസണൻസ് കണ്ടീഷൻ സീരീസ് റെസണൻസ് ആണെങ്കിലും പാരലൽ റെസണൻസ് ആണെങ്കിലും നമ്മുടെ പവർ ഫാക്ടർ ഓഫ് ദി സർക്യൂട്ട് എന്തായിരിക്കും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1 ആയിരിക്കും അല്ലേ. cos phi ഈസ് ഈക്വൽ ടു 1 എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. എന്തുകൊണ്ടാണ് cos phiയുടെ വാല്യൂ സീരീസ് റെസണൻസിൽ 1 വരുന്നത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ. നോക്കുക, ഈ ഒരു സർക്യൂട്ടിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ആൻസർ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഒരു തിയറി പാർട്ടിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടി ഉദ്ദേശിക്കാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ ഈ ഒരു സീരീസ് സർക്യൂട്ടിൽ നമുക്ക് R ഉണ്ട്, L ഉണ്ട്, C ഉണ്ട് അല്ലേ. സോ ഇവിടെ നമുക്ക് ഇമ്പിഡൻസ് എഴുതാം, Z ഈസ് ഈക്വൽ ടു, എങ്ങനെ ഇമ്പിഡൻസ് എഴുതാം? R പ്ലസ് അല്ലേ, അതിൻ്റെ ഒരു വെക്റ്റർ കമ്പോണൻ്റ് എഴുതുകയാണെങ്കിൽ നമുക്ക് R പ്ലസ് J ഇൻറ്റു XL മൈനസ് J ഇൻറ്റു XC എന്ന രൂപത്തിൽ നമുക്ക് എന്ത് എഴുതാം? വെക്റ്റർ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ Z ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഇതാണ് നമ്മുടെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. സോ അറ്റ് റെസണൻസ് എന്താ റെസണൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ? റെസണൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം കറണ്ട്, സീരീസിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്ന കണ്ടീഷനാണ്. അല്ലെങ്കിൽ നമ്മുടെ XL ഈക്വൽ ടു XC എന്നുള്ള കണ്ടീഷനാണ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഫോർ റെസണൻസ്. സോ ഇവിടെ എക്സിലും എക്സിയും ഈക്വൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ Z ഈസ് ഈക്വൽ ടു എന്ത് മാത്രമേ വരുള്ളൂ? R മാത്രമേ വരുള്ളൂ അല്ലേ. നമുക്ക് റൂട്ടിൻ്റെ ഉള്ളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ Z ഈസ് ഈക്വൽ ടു R ആണ്. സോ ഇമ്പിഡൻസിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ മിനിമം വാല്യൂ ഓഫ് ദി ഇമ്പിഡൻസ് ഇൻ ദിസ് സർക്യൂട്ട്. സോ ഇമ്പിഡൻസ് മിനിമം ആണെങ്കിൽ നമ്മുടെ കറണ്ട് മാക്സിമം ആയിരിക്കും. Therefore current I will be maximum. ഇങ്ങനെയാണ് ഒരു റെസണൻസ് കണ്ടീഷൻ ഉണ്ടാവുന്നത് അല്ലെ. മാക്സിമം കറണ്ട് ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യൻസിൽ നോക്കുകയാണെങ്കിൽ സർക്യൂട്ട് ഈസ് അറ്റ് മാക്സിമം കറണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ പവർ ഫാക്ടർ 1 ആവുക എന്നുള്ള ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇസ് നത്തിങ് ബട്ട് cos phi ആണ് അല്ലേ. cos phi, വാട്ട് ഈസ് cos phi? cos phi ആണ്. phi എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ phi എന്ന് പറയുന്നത് അല്ലെ, പവർ ഫാക്ടർ ആംഗിൾ എന്ന് നമ്മൾ പറയുന്നത്. സോ നിങ്ങൾ നോക്കിയാൽ ഇവിടെ Z ഈക്വൽ ടു R ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തില്ല? ഇൻഡക്റ്റീവ് എഫക്റ്റ് ഇല്ല, കപ്പാസിറ്റീവ് എഫക്റ്റ് ഇല്ല. സോ ഈ സർക്യൂട്ട് എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഇതൊരു പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ടായി മാറിയിട്ടുണ്ട് അല്ലേ. എന്താണ് ഒരു പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അവിടെ വോൾട്ടേജും കറണ്ടും, വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ് അല്ലേ, സെയിം ഫേസിലായിരിക്കും ഇൻ എ പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട്. സോ ഒരു പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലായിരിക്കും. നമ്മൾ ഫേസർ ഡയഗ്രാംസ് വരയ്ക്കാറുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഒരു വോൾട്ടേജ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു കറണ്ട് ഇങ്ങനെ വരയ്ക്കാം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്ന് പറയുന്നത് 0 ആണ്. സോ ഇവിടെ ഫൈയുടെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് നമുക്ക് cos ഫൈയുടെ വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇങ്ങനെയാണ് ഒരു സീരീസ് റെസൊണൻസ് കണ്ടീഷനിൽ പവർ ഫാക്ടർ 1 ആവുക എന്നുള്ള കാര്യം നമുക്ക് ഓർത്ത് വെക്കാം.
സോ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 1 എന്ന് പറയുന്ന ആൻസർ നമുക്ക് ധൈര്യമായിട്ട് ഓപ്റ്റ് ചെയ്യാം. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, എ ഡി സി സോഴ്സ് ഓഫ് ഇ എം എഫ് ഇ വോൾട്ട്സ് ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ ഓംസ് ഈസ് കണക്റ്റഡ് ടു എ വാരിയബിൾ ലോഡ് ആൻഡ് ഇറ്റ് ഈസ് അഡ്ജസ്റ്റഡ് സച്ച് ദാറ്റ് ദി ലോഡ് അബ്സ്ട്രാക്ട്സ് മാക്സിമം പവർ ഫ്രം ദി സോഴ്സ്. ദ കറണ്ട് ഡ്രോൺ ഫ്രം ദി സോഴ്സ് ഈസ്. സോ തിയറി പാർട്ട് പഠിച്ച ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ എന്തുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് വളരെ എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് മാക്സിമം പവർ ഫ്രം ദി സോഴ്സ്. അപ്പോൾ നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ഉണ്ട് അല്ലേ, നമ്മുടെ സർക്യൂട്ട് തിയറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്ത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. എന്താണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത്? വാട്ട് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ്? എന്താണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്? ദ ലോഡ് അബ്സ്ട്രാക്ട് മാക്സിമം പവർ ഫ്രം ദി സോഴ്സ് വെൻ ദ ലോഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദി സോഴ്സ് റെസിസ്റ്റൻസ്. അത്രേ ഉള്ളൂ. പറഞ്ഞ കാര്യം ഇതാണ്. നമുക്കൊരു സോഴ്സ് ഉണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് തന്നെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. എ ഡി സി സോഴ്സ് ഓഫ് ഇ എം എഫ് ഇ വോൾട്ട്. സോ നമ്മുടെ കയ്യിലൊരു നമുക്ക് സർക്യൂട്ട് വരയ്ക്കാം. നമ്മുടെ കയ്യിലൊരു ഡി സി സോഴ്സ് ഉണ്ട്. ഇ വോൾട്ട്സ് ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ആൻഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ആർ ഓംസ്. സോ നമുക്കറിയാം ഏതൊരു വോൾട്ടേജ് സോഴ്സിനും ഒരു സീരീസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കാണും അല്ലേ, ദാറ്റ് ഈസ് ആർ. സോ വിച്ച് ഈസ് കണക്റ്റഡ് ടു എ വാരിയബിൾ ലോഡ്. സോ ഇതൊരു വാരിയബിൾ ലോഡിലേക്ക് ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ ദിസ് ഈസ് അവർ സർക്യൂട്ട് വാരിയബിൾ ലോഡ്. സോ ഇറ്റ് ഈസ് അഡ്ജസ്റ്റഡ് സച്ച് ദാറ്റ് ദി ലോഡ് അബ്സ്ട്രാക്ട്സ് മാക്സിമം പവർ ഫ്രം ദി സോഴ്സ്. സോ ഇവിടെയുള്ള ഈ ലോഡ് റെസിസ്റ്റൻസ് എനിക്ക് വാരി ചെയ്യാം. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് ഈ സോഴ്സിൽ നിന്ന് മാക്സിമം പവർ ഈ ലോഡിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെ എത്തിക്കാനുള്ള കണ്ടീഷൻ എന്താണ്? ആർ എല്ലിൻ്റെ വാല്യൂ എത്ര ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെയുള്ളൊരു ചോദ്യം. ചോദ്യം ക്ലിയർ ആണ്. നമുക്കൊരു ഡി സി സോഴ്സ് ഉണ്ട്, ഇ ആണ് അതിൻ്റെ വാല്യൂ. അതിനൊരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ട്. നമുക്കറിയാം ഏതൊരു വോൾട്ടേജ് സോഴ്സിനും ഒരു സീരീസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കാണും. അതുപോലെ നമുക്ക് കറണ്ട് സോഴ്സ് ആണുള്ളതെങ്കിൽ അതിന് പാരലായിട്ട് നമുക്കൊരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കാണും. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ആ ഒരു ഇ എം എഫ് സോഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു ലോഡ് റെസിസ്റ്റൻസ്, വാരിയബിൾ ലോഡ് റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ നമുക്കത് വാരി ചെയ്യാം. അത് വാരി ചെയ്യുന്നതിനനുസരിച്ച് അത് സോഴ്സിൽ നിന്ന് എടുക്കുന്ന പവർ വാരി ചെയ്യും അല്ലേ. പവർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ലോഡാണ്. സോ അങ്ങനെ നമുക്ക് ഏത് രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം, നമുക്ക് മാക്സിമം പവർ ഫ്രം ദി സോഴ്സ് നമുക്ക് എടുക്കണം. സോ ആ ഒരു തിയറം ഉണ്ട്. ആ തിയറത്തിനാണ് നമ്മൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്ന് പറയുന്നത്. എപ്പോഴാണ് ഒരു സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്. സോ ദ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത് ഇഫ് ദ ലോഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആർ എന്നുള്ളതാണ്. സോ ഈ ഒരു കണ്ടീഷനിലാണ് എന്ത് ചെയ്യുന്നത്, സോഴ്സിൽ നിന്ന് ഈ ഒരു ലോഡ് റെസിസ്റ്റൻസ് മാക്സിമം പവർ എടുക്കുന്നത്. സോ അത് ഓർത്ത് വെക്കുക. അതാണ് ഇവിടുത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ദി കറണ്ട് ഡ്രോൺ ഫ്രം ദി സോഴ്സ്. ദ കറണ്ട് ഡ്രോൺ ഫ്രം ദി സോഴ്സ്. സോ ഈ ഒരു സർക്യൂട്ട് ഞാൻ മാറ്റി വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, ലൈക്ക് ദിസ് അല്ലേ. ഇതിന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിരിക്കും, ദിസ് ഈസ് ആർ. അപ്പോൾ ഇവിടുത്തെ ലോഡ് റെസിസ്റ്റൻസ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു അതിൻ്റെ വാല്യൂ ആർ എന്ന് തന്നെ ഞാൻ കൊടുത്തിരിക്കുകയാണ് അല്ലെ. ഈക്വൽ ആക്കണം അല്ലെ. ലോഡ് റെസിസ്റ്റൻസ് ഈക്വൽ ടു സോഴ്സ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്. സോ രണ്ടും ബോത്ത് വാല്യൂസ് ആർ. സോ ഇവിടെ ഇ ഉണ്ട്. സോ വാട്ട് ഈസ് ദി കറണ്ട് ഇൻ ദിസ് സർക്യൂട്ട്? നമുക്ക് കെ വി എൽ അപ്ലൈ ചെയ്യാം അല്ലെ. കെ വി എൽ കിർച്ചോഫ് വോൾട്ടേജിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് ഐ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ സീരീസ് റെസിസ്റ്റൻസ്. എന്താ ഇവിടുത്തെ വോൾട്ടേജ്? ഡി സി വോൾട്ടേജ് ഇ ആണ്. സോ ഇ ഡിവൈഡഡ് ബൈ ദിസ് ഈസ് ആർ പ്ലസ് ആർ അല്ലേ. സീരീസ് ആണ്. ആർ ആൻഡ് ആർ ഇൻ സീരീസ് അല്ലെ. ഈ ഒരു സർക്യൂട്ട് നമ്മൾ സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ 2R എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമ്മുടെ ഓപ്ഷനിൽ ഇ ഡിവൈഡഡ് ബൈ 2R. സോ ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്തത് ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള ചോദ്യമാണ്. വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് ഹാവിങ് ദി ഹയസ്റ്റ് റെസിസ്റ്റിവിറ്റി എന്നുള്ളതാണ്. അതായത് അലുമിനിയം ഉണ്ട്, കോൺസ്റ്റൻ്റ് ആൻഡ് മെർക്കുറി ആൻഡ് കാർബൺ, 4 മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. ഇതിൽ ഹയസ്റ്റ് റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റീരിയൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. സോ അലുമിനിയം എന്ന് പറയുന്നത് കണ്ടക്ടറാണ് അല്ലേ, കണ്ടക്ടർ. സോ കണ്ടക്ടിവിറ്റി ഹൈ ആയിരിക്കും, റെസിസ്റ്റിവിറ്റി വളരെ കുറവായിരിക്കും. കോൺസ്റ്റൻ്റ് ആൻഡ് എന്ന് പറയുന്നത് നമുക്കത് ഒരു ഒരു ഹീറ്റിംഗ് എലമെൻ്റ് ആണ് അല്ലേ. നമ്മൾ സാധാരണ അവിടെ ഉപയോഗിക്കുക, നമ്മുടെ ലാബുകളിൽ നമ്മുടെ റെസിസ്റ്ററായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. ശരിയാണ്, റെസിസ്റ്ററാണ്. അതിന് റെസിസ്റ്റിവിറ്റി കാണും,
ബട്ട് ഹയസ്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. മെർക്കുറി ഓഫ് കോഴ്സ് മറ്റൊരു റെസിസ്റ്ററാണ്. കാർബൺ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ റെസിസ്റ്റർ അല്ലെങ്കിൽ നമുക്കൊരു ഇൻസുലേറ്റർ ലെവലിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ത് കാർബൺ എന്ന് പറയുന്നത്. സോ ഇൻസുലേറ്ററിൻ്റെ റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലായിരിക്കുമല്ലോ അല്ലേ. നമ്മുടെ സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സിനേക്കാളൊക്കെ വളരെ കൂടുതലായിരിക്കും ഇൻസുലേറ്റേഴ്സിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ബിക്കോസ് അവിടെ ലീക്കേജ് കറണ്ട് പോലും ഉണ്ടാവാൻ പാടില്ല അല്ലേ, ശരിയല്ല. നമ്മളിപ്പോൾ കണ്ടക്ടിവിറ്റി നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടക്ടേഴ്സിനുണ്ടാവും അല്ലേ കണ്ടക്ടിവിറ്റി. അതുപോലെ റെസിസ്റ്റേഴ്സ് എടുക്കുമ്പോൾ കണ്ടക്ടിവിറ്റി അല്പം കുറവായിരിക്കും. ഈ കോൺസ്റ്റൻ്റ് ആൻഡ് പോലത്തത് റെസിസ്റ്റേഴ്സാണ് മെർക്കുറി. സോ നമ്മൾ കാർബണിലേക്കൊക്കെ വരുമ്പോൾ അത് ഇൻസുലേറ്റേഴ്സായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. ഇൻസുലേറ്റേഴ്സ് നമുക്ക് അവിടെ ലീക്കേജ് കറണ്ട് പോലും ഉണ്ടാവാൻ പാടില്ല. ഐഡിയൽ ഇൻസുലേറ്റർ എന്ന് പറയുന്നത് ലീക്കേജ് കറണ്ട് 0 ആയിരിക്കണം. സോ അതിന് വെരി ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ടായിരിക്കണം. സോ അതിൻ്റെ ഒരു ഗ്രേഡിങ് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇൻക്രീസിങ് ഓർഡർ ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ കണ്ടക്ടേഴ്സിന് വളരെ കുറവായിരിക്കും. പിന്നെ സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സിന് അല്പം കൂടി കൂടുതലുണ്ടാവും. ദെൻ വളരെ ഹയസ്റ്റ് ആയിട്ടുള്ളത് ഏതായിരിക്കും? ഓഫ് കോഴ്സ് ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും. സോ നമ്മൾ നോർമലി കണ്ടുവരുന്നത് കാർബൺ ഈസ് യൂസ്ഡ് ആസ് ആൻ ഇൻസുലേറ്റർ. സോ നമുക്ക് കാർബൺ എന്നിവിടെ എന്ത് ചെയ്യാം? വളരെ പെട്ടെന്ന് ചൂസ് ചെയ്യാം. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയുമ്പോൾ നമുക്കൊരു ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് എന്നൊരു ഓർഡർ നമുക്ക് നോക്കാം. സിൽവർ ഈസ് ദ ബെസ്റ്റ് കണ്ടക്ടർ അല്ലേ. ബെസ്റ്റ് കണ്ടക്ടർ ഏതാണ്? സിൽവറാണ്. സോ നമുക്ക് സിൽവർ ആദ്യം എഴുതാം. സോ ഞാനിവിടെ എഴുതാൻ പോകുന്ന ഓർഡർ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ആണ് കേട്ടോ. റെസിസ്റ്റിവിറ്റി ഓർഡർ, ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദി റെസിസ്റ്റിവിറ്റിയാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. സിൽവർ ഉണ്ട്, അതുപോലെ കോപ്പർ അല്ലെ. സിൽവറിനേക്കാൾ കുറച്ചുകൂടി പുവറായിട്ടുള്ള കണ്ടക്ടറാണ് കോപ്പർ എന്ന് പറയുമ്പോൾ. നമ്മൾ റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണല്ലോ എഴുതുന്നത്. സോ ലോവസ്റ്റ് എവിടെ വരണം? സിൽവർ തന്നെ വരണം. സോ സിൽവർ, കോപ്പർ, അതുപോലെ അലുമിനിയം അടുത്തൊരു കണ്ടക്ടറാണ് അലുമിനിയം. ദീസ് ആർ യൂസ്ഡ് ആസ് കണ്ടക്ടേഴ്സ് അല്ലേ. അതുപോലെ അയേൺ ചില കേസിൽ നമ്മൾ കണ്ടക്ടറായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അയേൺ. നമുക്ക് സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സിലേക്ക് വരാം. മാംഗനിൻ, അതുപോലെ മെർക്കുറി, നിക്രോം അല്ലെ. നിക്രോം കമ്പികൾ നമ്മൾ ഹീറ്റിംഗ് എലമെൻ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് സ്റ്റാൻഡേർഡ് റെസിസ്റ്ററാണത്. അതുപോലെ കോൺസ്റ്റൻറ്റൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഓൾറെഡി ലാബുകളിൽ നമ്മുടെ റിയോസ്റ്റാറ്റിലൊക്കെ ഉപയോഗിക്കുന്നത് ഇതാണ് മാംഗനിൻ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റൻ എന്ന് പറയുന്ന ആ മെറ്റീരിയൽസാണ്. സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സാണ്. ബിക്കോസ് അതിൻ്റെ ടെമ്പറേച്ചർ വേരിയേഷൻസ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം അല്ലേ. നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആൽഫ പഠിച്ചിട്ടുണ്ടല്ലോ. ആൽഫ വാല്യൂ 0 ആണ് ഈ മാംഗനിനും കോൺസ്റ്റൻറ്റിനും വരുന്നത്. അതിന് ടെമ്പറേച്ചർ വേരിയൻസ് ഇല്ല. ഒരു കാര്യം എക്സ്ട്രാ പറഞ്ഞതാണ്. സോ ഇതൊക്കെ സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സാണ്. ഇനി നമുക്ക് വരുന്നത് കാർബൺ, അതുപോലെ ഗ്ലാസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് ഇൻസുലേറ്റേഴ്സായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസാണ്. സോ ഈ ഒരു ഓർഡറിലാണ് നമുക്ക് റെസിസ്റ്റിവിറ്റി പറയാൻ പറ്റുന്നത്. സോ നോക്കൂ, ഹയസ്റ്റ് റെസിസ്റ്റിവിറ്റി എപ്പോഴും ഇതിനാണ് കാണുന്നത് കാർബൺ അല്ലെങ്കിൽ ഗ്ലാസ് പോലത്തെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ്. സോ ഈ ഒരു 4 ഓപ്ഷൻസിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ കാർബൺ ആണ് എന്നുള്ള കാര്യം നമുക്ക് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്തത്, ഫോർ എ 2 terminal device the resistance decreases when the temperature increases the device is. So when resistance decreases അല്ലെ ടെമ്പറേച്ചർ ഇൻക്രീസസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു ഇൻവേഴ്സ് റിലേഷൻ ഏത് ടൈപ്പ് മെറ്റീരിയലാണ് നമുക്ക് വരുന്നത്. ഇത് ആൻസർ ചെയ്യാനായിട്ട് നമ്മൾ ആകെ പഠിച്ചു വെക്കേണ്ടത്, ആകെ അറിഞ്ഞു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് കണ്ടക്ടർ ഉണ്ട് അല്ലേ. വി ഹാവ് കണ്ടക്ടേഴ്സ്, അതുപോലെ നമുക്ക് ഇൻസുലേറ്റർ ഉണ്ട്, ഇൻസുലേറ്റേഴ്സ്, ആൻഡ് വി ഹാവ് സെമി കണ്ടക്ടേഴ്സ്. ഈ കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആയിരിക്കും. ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊരു കണ്ടക്ടർ ഉണ്ട്, അതിന് ടെമ്പറേച്ചർ നിങ്ങൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ഓഫ് കോഴ്സ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണല്ലോ നമ്മൾ റിലേഷൻ പഠിച്ചിട്ടുണ്ട് R is equal to R0 into 1 plus alpha into T അല്ലേ. അത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ ആണ്. സോ ഓർത്ത് വെക്കുക, നമുക്കൊരു കണ്ടക്ടർ ഉണ്ട്, കോപ്പർ ആവാം, അലുമിനിയം അല്ലെങ്കിൽ അയൺ പോലത്തെ കണ്ടക്ടേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്, ഓർ സിൽവർ. സോ ഇതിൻ്റെ റെസിസ്റ്റൻസ് കൂടുകയാണ് അല്ലെങ്കിൽ അത് ആ സർക്യൂട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ആ കാലാവസ്ഥയിലുള്ള ടെമ്പറേച്ചർ കൂടുകയാണ്. സോ ടെമ്പറേച്ചർ ഇൻക്രീസസ്, റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ, കണ്ടക്ടർ മെറ്റീരിയൽ ഓഫ് കോഴ്സ് ഇൻക്രീസസ്. വളരെ ബേസിക് ആയിട്ടുള്ള പോയിൻ്റാണ്, ഇൻക്രീസസ് എന്ന് പറഞ്ഞാൽ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു റിലേഷനാണ്. അതെ, ടെമ്പറേച്ചർ ഇൻക്രീസസ്, റെസിസ്റ്റൻസ് ഇൻക്രീസസ്. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർത്ത് വെക്കുക. അടുത്ത നമുക്ക് ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് ആണ്. നോർമൽ കേസിൽ മേ ബി ചെറിയൊരു
എക്സെപ്ഷൻസ് ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും നോർമലി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഇൻസുലേറ്ററിൻ്റെ കേസിലും സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിലും R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചറാണ്. നമ്മൾ ആ രണ്ട് മെറ്റീരിയൽസിൻ്റെ ടെമ്പറേച്ചർ അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഈ ഒരു ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടക്ടേഴ്സാണ് സെപ്പറേറ്റ് നിൽക്കുന്നത്. കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ നമ്മുടെ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. എന്താ ഇത് മീൻ ചെയ്യുന്നത്? ടെമ്പറേച്ചർ കൂട്ടിയാൽ റെസിസ്റ്റൻസ് കൂട്ടും. അതുപോലെ ഇൻസുലേറ്റേഴ്സിൻ്റെയും സെമി കണ്ടക്ടേഴ്സിൻ്റെയും കേസിൽ നമ്മുടെ റെസിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ ആയിരിക്കും. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇത് മീൻ ചെയ്യുന്നത് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റെസിസ്റ്റൻസ് കുറയും എന്നുള്ളതാണ്. സോ ഈ ഒരു ചോദ്യത്തിൽ ആസ് റെസിസ്റ്റൻസ് ഡിക്രീസസ് temperature increases അല്ലെ, when the temperature നേരെ തിരിച്ചാണ്, temperature increases then we have resistance decreases. സോ ഒരു ഇൻവേഴ്സ് റിലേഷൻ വരുന്നത് ഒന്നുകിൽ ഇൻസുലേറ്റർ ആയിരിക്കും അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും. സോ നമ്മുടെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസിൽ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എ സെമി കണ്ടക്ടർ എന്നുള്ളതാണ്. ഓക്കെ, സോ ആറാമത്തെ ചോദ്യം, ഇൻ എ കോംപ്ലക്സ് നെറ്റ്വർക്ക് കണ്ടെയ്നിങ് ആക്റ്റീവ് വോൾട്ടേജ് സോഴ്സസ് വിത്ത് 0 internal resistances and linear bilateral elements, the open circuit voltage across 2 terminals is 25 volt and the resistance of the network viewed from the open circuit terminal is 6.25 volt. If an equivalent circuit comprising of only a current source and impedance is made, the current source rating is. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇത്തിരി വലുതാണ്, ബട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ തന്നിരിക്കുന്നത് ഒരു കോംപ്ലക്സ് നെറ്റ്വർക്ക് ഉണ്ട്, അതിൽ ആക്റ്റീവ് വോൾട്ടേജ് സോഴ്സസ് വിത്ത് 0 internal റെസിസ്റ്റൻസ് ഉണ്ട്, ബൈലാറ്ററൽ എലമെൻറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് നെറ്റ്വർക്ക് നമ്മുടെ കയ്യിൽ ഉണ്ട്. സോ നമ്മൾ ഇതെവിടെയാണ് പഠിച്ചിട്ടുള്ളത്? ഇത്തരം കോംപ്ലക്സ് നെറ്റ്വർക്ക്സിനെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് തെവനിൻസ് തിയറം ഉണ്ട്, നോർട്ടൺസ് തിയറംസ് ഒക്കെ ഉണ്ട് അല്ലേ. സോ നമ്മുടെ കയ്യിലൊരു നെറ്റ്വർക്ക് ഉണ്ട്, ഒരു കോംപ്ലക്സ് നെറ്റ്വർക്കാണ്. അതിൽ ഒരുപാട് വോൾട്ടേജ് സോഴ്സസ് അതുപോലെ ലീനിയർ ബൈലാറ്ററൽ എലമെൻറ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വലിയൊരു സർക്യൂട്ടിൻ്റെ ഒരു നെറ്റ്വർക്ക് നമ്മുടെ കയ്യിലുണ്ട്. സോ അതിൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അക്രോസ് 2 terminals is 25 volt. സോ ആ ഒരു നെറ്റ്വർക്കിൽ നിന്ന് നമുക്ക് 2 terminals അവൈലബിൾ ആണ്. that are the terminals A and B. സോ അതിന് അക്രോസ് ആയിട്ടുള്ള ടെർമിനൽ വോൾട്ടേജ് VAB എന്ന് പറയുന്നത് 25 volt ആണ്. ഇതാണ് ആക്ച്വലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ആൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി നെറ്റ്വർക്ക് വ്യൂഡ് ഫ്രം ദി ഓപ്പൺ സർക്യൂട്ടഡ് ടെർമിനൽ. സോ ഈ ടെർമിനലിൽ നിന്ന് നമ്മൾ നെറ്റ്വർക്കിലേക്ക് നോക്കുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, അവിടെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക്? വിച്ച് ഈസ് ഈക്വൽ ടു 6.25 ohm. ഇത്രയാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളൊരു കാര്യം. ദെൻ ഇഫ് ആൻ ഇക്വലൻ്റ് സർക്യൂട്ട് കംപ്രൈസിങ് ഓഫ് ഓൺലി എ കറണ്ട് സോഴ്സ് ആൻഡ് ആൻ ഇമ്പിഡൻസ് ഈസ് മെയ്ഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ നെറ്റ്വർക്കിനെ നമുക്ക് 2 ഇക്വലൻ്റ് സർക്യൂട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ നമ്മൾ പഠിച്ചത് തെവനിൻസ് തിയറാണ്. തെവനിൻസ് തിയറം പ്രകാരം നമുക്കൊരു വോൾട്ടേജ് സോഴ്സ് പ്ലസ് എ സീരീസ് ഇമ്പിഡൻസ്, ഓക്കെ, ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത് നമ്മൾ പഠിച്ചിട്ടുള്ളത് നോർട്ടൺസ് തിയറാണ്. നോർട്ടൺ എന്താ പറയുന്നത്? നോർട്ടൺ പറയുന്നത് നമുക്കൊരു വലിയൊരു നെറ്റ്വർക്കിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഏത് രൂപത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും? നമുക്കൊരു കറണ്ട് സോഴ്സ് അതിന് പാരലായിട്ട് റെസിസ്റ്റർ, ഈ രൂപത്തിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് കറണ്ട് സോഴ്സ് ആൻഡ് ഇമ്പിഡൻസ് ഈസ് മെയ്ഡ് എന്നുള്ളതാണ്. സോ ഇവിടെ ഒരു ഇമ്പിഡൻസ് ഉണ്ട്, Z ഓർ റെസിസ്റ്റൻസ്, കറണ്ട് സോഴ്സ് ഉണ്ട്. ഈ രൂപത്തിലേക്ക് എന്ത് ചെയ്യണം? എനിക്ക് ഈ നെറ്റ്വർക്കിനെ മാറ്റണം, കൺവേർട്ട് ചെയ്യണം. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ കറണ്ട് സോഴ്സിൻ്റെ കറണ്ട് എത്രയായിരിക്കും എന്നുള്ളതാണ്. സോ വളരെ ഈസിയാണ്. ആ ഒരു തിയറം നമുക്കറിയാമെങ്കിൽ ഒന്നുമില്ല, ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്. ഇവിടെ വരുന്ന നോർട്ടൺ കറണ്ട് IN എത്രയായിരിക്കും? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ ടെർമിനൽ വോൾട്ടേജ് VAB ഉണ്ടാവും, ഓർ ഇറ്റ് ഈസ് VTH അല്ലേ, ദാറ്റ് ഈസ് തെവനിൻസ് വോൾട്ടേജ് തന്നെയാണ് ഈ VAB എന്ന് പറയുന്നത്. ആ VAB ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് വ്യൂഡ് ഫ്രം ദി ടെർമിനൽസ് ടു ദി നെറ്റ്വർക്ക്, ദാറ്റ് ഈസ് R എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. സോ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് തന്നെയാണ്, ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 25 ഡിവൈഡഡ് ബൈ 6.25. അതായിരിക്കും ഈ നോർട്ടൺ സർക്യൂട്ടിലുള്ള കറണ്ട് അല്ലെങ്കിൽ നോർട്ടൺ കറണ്ട് എന്ന് പറയുന്നത്. സോ വി ഹാവ് 25 by 6.25 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? ഇറ്റ് ഈസ് 4 അല്ലേ, 4 ആംബിയർ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ഈ സർക്യൂട്ടിൽ ഈ കറണ്ടിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? 4 ആംബിയർ ആയിരിക്കും.
ഇവിടുത്തെ ഈ ഇസഡ് എന്തായിരിക്കും, അല്ലെങ്കിൽ ആ ഇമ്പിഡൻസ് ഓർ റെസിസ്റ്റൻസ് എത്രയായിരിക്കും, സെയിം റെസിസ്റ്റർ ആയിരിക്കും, അതായത് 6.25 ഓം തന്നെ ആയിരിക്കും. അപ്പോൾ നോർട്ടൺസ് തിയറം തെവനിസ് തിയറം ഡീറ്റെയിൽ ആയിട്ട് അറിയാമെങ്കിൽ, കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്നുമല്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ ഈ ചിത്രങ്ങളൊന്നും വരയ്ക്കേണ്ട ആവശ്യം പോലും ഇല്ല. ആക്ച്വലി വായിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ 25 എന്നുള്ള വാല്യൂ കാണുന്നുണ്ട്, 6.25 കാണുന്നുണ്ട്. നമ്മുടെ മൈൻഡിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് 4 ആംപിയർ എന്നുള്ള ആൻസർ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. സോ ഏഴാമത്തെ ചോദ്യം, എ 3-phase balanced delta connected load of 5 + j6 ohms in each phase is connected to a line voltage of 400 volt is drawing a current from the supply. If another delta connected load of same nature and magnitude is connected in parallel, the line current drawn from the supply becomes. സോ വളരെ കോമൺ ആയിട്ട് നമുക്ക് പരിചയമുള്ള ഒരു സർക്യൂട്ടാണ് ഡെൽറ്റ കണക്റ്റഡ് ലോഡ്, 3-phase ഡെൽറ്റ കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഫിഗർ നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇമ്പിഡൻസ് ആണ് അല്ലേ. സോ ഈ രൂപത്തിൽ നമുക്ക് വരയ്ക്കാം. ദിസ് ഈസ് എ 3-phase ഡെൽറ്റ കണക്റ്റഡ് ലോഡ്. സോ ഇവിടെ വാല്യൂ 5 + j6 ohms എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാൽക്കുലേഷൻ അല്ല, ആ ഒരു റിലേഷൻ ഡബിൾ ആവുന്നു, അത് 4 times ആ രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഞാൻ ജസ്റ്റ് ഇവിടെ ആ ഒരു ഇമ്പിഡൻസിനെ ഇസഡ് ഈസ് ഈക്വൽ ടു 5 + j6 എന്ന് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. സോ ഇൻ ഈച്ച് ഫേസ് ഐ ഹാവ് എ ഇമ്പിഡൻസ് ഓഫ് ഇസഡ്. ഓക്കെ ആണല്ലോ. ഇതൊരു 400 വോൾട്ട് ലൈൻ വോൾട്ടേജ് വരുന്ന ഒരു 3-phase സപ്ലൈയിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. സോ ദിസ് ഈസ് കണക്റ്റഡ് ടു എ 3-phase സപ്ലൈ ഹാവിങ് ലൈൻ വോൾട്ടേജ് ഓഫ് 400 വോൾട്ട്. സോ VL ഈസ് ഈക്വൽ ടു 400 വോൾട്ട്. സോ ഇതിലേക്ക് അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അനദർ ഡെൽറ്റ കണക്റ്റഡ് ലോഡ് ഓഫ് സെയിം നേച്ചർ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ. സോ ഇതേപോലെ ഒരു ഡെൽറ്റ കണക്റ്റഡ് ലോഡ് ഇതിനെ പാരലായിട്ട് ഞാൻ കണക്ട് ചെയ്യുകയാണ്. സോ അങ്ങനെ ഞാൻ ഫിഗർ വരയ്ക്കുമ്പോൾ ഐ ക്യാൻ ഡ്രോ ലൈക്ക് ദിസ്, സെയിം അല്ലെ, സെയിം ഫിഗർ നമുക്കിവിടെ വരയ്ക്കാം ലൈക്ക് ദിസ്, ഇസഡ് ആൻഡ് ഇസഡ്. സോ ഇതിന് പാരലായിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. സോ പാരൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യണം അല്ലേ, ഓരോ ടെർമിനൽസും കണക്റ്റഡ് ആയിരിക്കണം. ദിസ് ഈസ് ദി പാരലൽ കണക്ഷൻ. സോ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നോക്കൂ, ഈ ഒരു ടെർമിനൽ, ഈ 2 ടെർമിനൽസ് എന്ന് പറയുന്നത് ഈ 2 ടെർമിനൽസിന് കണക്റ്റഡ് ആണ് അല്ലേ. സോ ഈ ഫിഗർ ഈ ഇസഡും അതുപോലെ ഈ ഇസഡും പാരലായിട്ടാണ് വരുന്നത് അല്ലെ. ഈ ഒരു സർക്യൂട്ടിൽ ഓരോ ഫേസിലും പാരലായിട്ട് ഇസഡ് വരികയാണ്. സോ ഇൻ ഈച്ച് ഫേസ് ഇമ്പിഡൻസ് ബിക്കംസ് എത്രയായിട്ട് മാറുന്നു, ഇസഡ് പാരലൽ ഇസഡ് ആണ്. ആദ്യം ഉണ്ടായിരുന്ന സർക്യൂട്ടിൽ ഓരോ ഫേസിലും ഇസഡ് എന്ന് പറയുന്ന വാല്യൂ ആണ് ഇമ്പിഡൻസ്. ഇവിടെ ഞാൻ അതേ സെറ്റപ്പിലുള്ള ഒരു 3-phase ഡെൽറ്റ കണക്റ്റഡ് ഇമ്പിഡൻസ് ഇവിടെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഓരോ ഫേസിലും ഉണ്ടാവുന്ന മാറ്റം എന്ന് പറയുന്നത് എന്താ മാറ്റം, ആ സെഡിന് പാരലായിട്ട് അതേ വാല്യൂ ഉള്ള വേറൊരു ഇസഡ് വരികയാണ്. സോ ഇസഡ് പാരലൽ ടു ഇസഡ്. സോ അതിൻ്റെ ഇഫക്റ്റീവ് വാല്യൂ എന്തായിരിക്കും, ഇസഡ് പാരലൽ ഇസഡ് എന്ന് പറയുമ്പോൾ Z/2 ആയിരിക്കും. സോ നമ്മുടെ പുതിയ സർക്യൂട്ടിൽ ഓരോ ഫേസിലുമുള്ള ഇമ്പിഡൻസ് എന്ന് പറയുന്നത് Z/2 ആണ്. ഓഫ് കോഴ്സ് നമുക്കറിയാം ഇമ്പിഡൻസ് കുറയുമ്പോൾ കറണ്ട് കൂടും അല്ലേ. സോ അതിനനുസരിച്ചുള്ള വോൾട്ടേജ് ഡിഫറൻസ് ആണ് നമുക്കിവിടെ കാണേണ്ടതായിട്ട് ഉള്ളത്. സോ ദ ലൈൻ കറണ്ട് ഡ്രോൺ ഫ്രം ദി സപ്ലൈ ബിക്കംസ് എന്നുള്ളതാണ്. സോ ഫേസ് കറണ്ട് എങ്ങനെ മാറുന്നു എന്ന് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. അതിനുശേഷം നമുക്ക് ലൈൻ കറണ്ടിൽ ഉണ്ടാവുന്ന ചേഞ്ച് കൂടി ഒന്ന് ഒബ്സർവ് ചെയ്യാം അല്ലേ. സോ ഇത് ഡെൽറ്റ കണക്റ്റഡ് ലോഡാണ്. എന്താ പ്രത്യേകത, ഇൻ ഡെൽറ്റ കണക്റ്റഡ് ലോഡ് വി ഹാവ് ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് ആണല്ലോ അല്ലെ. ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ്. എന്നാൽ ലൈൻ കറണ്ട് എന്ന് പറയുന്നത് √3 times ദി ഫേസ് കറണ്ട് ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ ഞാനിവിടെ ഓരോ ഫേസിലും എന്ത് ചെയ്യുന്നു, ഇമ്പിഡൻസിൻ്റെ വാല്യൂ കൂട്ടാണോ ചെയ്യുന്നതല്ല, കുറയ്ക്കുകയാണ് അല്ലേ. ഇസഡ് എന്നുള്ളത് Z/2 ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഇമ്പിഡൻസ് നേരെ പകുതിയാവുമ്പോൾ ഓഫ് കോഴ്സ് കറണ്ട് നേരെ ഡബിൾ ആവും അല്ലേ, ഫേസ് കറണ്ട് നേരെ ഡബിൾ ആവും. സോ ഈ ലൈൻ കറണ്ട് എന്തായിട്ട് മാറുന്നു, ന്യൂ ലൈൻ കറണ്ട്, ന്യൂ IL ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു ന്യൂ ഫേസ് കറണ്ട് അല്ലെ, IPH ആയിട്ട് മാറും. സോ എന്തായിരിക്കും പുതിയ ഫേസ് കറണ്ട് എന്ന് പറയുന്നത്, നമുക്കറിയാം ഇമ്പിഡൻസ് നേരെ പകുതിയായി,
ഓരോ ഫേസിലുമുള്ള ഇമ്പിഡൻസ് നേരെ പകുതിയായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഫേസിലുള്ള കറണ്ട് നേരെ ഡബിൾ ആയിട്ടുണ്ടാവും അല്ലേ. സോ ന്യൂ ഫേസ് കറണ്ട് എന്ന് പറയുന്നത് ഡബിൾ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √3 × 2 ടൈംസ് ദി ഓൾഡ് ഫേസ് കറണ്ട്. സോ നമ്മുടെ ന്യൂ ലൈൻ കറണ്ട് എന്ന് പറയുന്നത് ഈ √3 IPHൻ്റെ നേരെ ഡബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് ദി ആൻസർ. സോ ദ ആൻസർ ഈസ് ഡബിൾസ്. ഇവിടെ ഉള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പാരലായിട്ട് ഒരു 3 ഫേസ് ഡെൽറ്റ കണക്റ്റഡ് ഇമ്പിഡൻസ് നമ്മളിവിടെ കൊടുത്ത സമയത്ത് ഓരോ ഫേസിലും ഉണ്ടാവുന്ന ചേഞ്ചാണ് നമ്മൾ ആദ്യം ഡിറ്റക്ട് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഓഫ് കോഴ്സ് ലൈൻ കറണ്ടിൽ ഉണ്ടാവുന്ന ചേഞ്ചാണ്. നമുക്കറിയാം ലൈൻ കറണ്ടും ഫേസ് കറണ്ടും തമ്മിൽ എന്താണ് ഡയറക്റ്റ് റിലേഷനാണ്. IL = √3 × IPH. ഫേസ് കറണ്ട് ഡബിൾ ആയാൽ ഓഫ് കോഴ്സ് ലൈൻ കറണ്ട് ഡബിൾ ആവും അല്ലേ. സോ നമ്മൾ ഇമ്പിഡൻസ് എവിടെയാണ് അപ്പിയർ ചെയ്യുന്നത്? ഓരോ ഫേസിലാണ്. സോ ആ ഓരോ ഫേസിലും ഇമ്പിഡൻസ് നേരെ പകുതിയായിട്ടുണ്ട് അല്ലെ. ഈ ഒരു സർക്യൂട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരു കണക്ഷൻ പുതിയത് വന്നു കഴിഞ്ഞാൽ ഓരോ ഫേസിലും ഉള്ള ഇമ്പിഡൻസ് നേരെ പകുതിയായി മാറുന്നു എന്നുള്ളതാണ്. ആ ഒരു ഐഡിയ ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ ഇമ്പിഡൻസ് നേരെ പകുതിയാവുമ്പോൾ നമ്മുടെ ആ ഫേസിലുള്ള കറണ്ട് ഡബിൾ ആവും. സോ ഫേസ് കറണ്ട് ഡബിൾസ്, ദെർഫോർ ലൈൻ കറണ്ട് ഓൾസോ ഡബിൾസ്. ദാറ്റ് ഈസ് ദ സിമ്പിൾ ഐഡിയ. ഇത്രയേ ഉള്ളൂ ഇതിൽ നമുക്ക് പറയാനായിട്ട്. ഓക്കെ, സോ ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. So, എട്ടാമത്തെ ചോദ്യം, if the number of turns of an inductive coil is doubled and the core length quadrupled, other parameters being the same, the inductance of the coil become. So, ഇവിടെ number of turns ഡബിൾ ആണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇൻഡക്റ്റൻസിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ഫോർമുല അറിയാം. L is equal to μ0 × μr n²A/L എന്നുള്ളതാണ്. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് ഈസ് ഡബിൾഡ്. സോ n എന്നുള്ളത് 2n ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ കോർ ലെങ്ത് ക്വാഡ്രപ്പിൾഡ് അല്ലേ, 4 ടൈംസ് ആയി മാറിയിട്ടുണ്ട്. സോ കോർ ലെങ്ത് L becomes 4 × L. സോ വാട്ട് ഈസ് ദി ചേഞ്ച് ഇൻ ഇൻഡക്റ്റൻസ്? എന്താണ് ഇൻഡക്റ്റൻസിൽ ഉണ്ടാവുന്ന ചേഞ്ച്? സോ ഇവിടെ നമുക്ക് n 2n ആയിട്ടുണ്ട്. സോ ന്യൂമറേറ്ററിൽ n² എന്ന് പറയുമ്പോൾ അത് 2n² ആയിട്ട് മാറും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4n². അപ്പോൾ 4 എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ടേം നമുക്ക് ന്യൂമറേറ്ററിൽ വരുന്നുണ്ട്. ഇനി ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് L becomes 4 × L ആണ് അല്ലേ. സോ L becomes 4L. സോ ഡിനോമിനേറ്ററിൽ നമുക്ക് 4 എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ടേം വന്നിട്ടുണ്ട്. ബോത്ത് വിൽ ക്യാൻസൽ. സോ ഒരു ചേഞ്ചും അവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ബിക്കോസ് ന്യൂമറേറ്ററിൽ 4 മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്ററിൽ 4 മൾട്ടിപ്ലൈ ചെയ്തു. സോ വിച്ച് വിൽ ക്യാൻസൽ ഈച്ച് അതർ. സോ നമ്മുടെ ആൻസർ ദിസ് ഈസ് അൺചേഞ്ച്ഡ്. ദ ഇൻഡക്റ്റൻസ് ഓഫ് ദി കോയിൽ ബിക്കംസ് unchanged. So option D is the right answer. അടുത്തൊരു ചോദ്യം നോക്കാം. The voltage across a load element is 230 angle -15 degree ആണ് കേട്ടോ. And the current through the element is 2.5 angle -30 degree. The circuit power factor is. So നമുക്കറിയാം പവർ ഫാക്ടർ എന്ന് പറയുന്നത് which is nothing but cos phi ആണ്. Where phi is the angle between അല്ലേ, angle between എന്താണ് വോൾട്ടേജ് ആൻഡ് കറണ്ടാണ്. സോ ഇവിടെ ലാഗിങ് ആണോ ലീഡിങ് ആണോ ഈ ഡാറ്റയാണ് ചോദിച്ചിട്ടുള്ളത്. പവർ ഫാക്ടർ ആംഗിൾ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ പവർ ഫാക്ടർ വാല്യൂ കണ്ടുപിടിക്കാനോ അല്ല. എന്നിരുന്നാലും ആ ഡാറ്റ നമ്മൾ പറഞ്ഞാണ് ജസ്റ്റ്. സോ ഇവിടെ വോൾട്ടേജിൻ്റെ ഒരു ഇക്വേഷൻ V is equal to വാല്യൂ 230 ആംഗിൾ -15 degree ആണ്. അതുപോലെ കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2.5, I is equal to 2.5 ആംഗിൾ -30 degree. ഓക്കെ ആണല്ലോ. സോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടർ ലാഗിങ് ആണോ ലീഡിങ് ആണോ എന്നുള്ളതാണ്. സോ കറണ്ട് വോൾട്ടേജിനെയാണ് ലാഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ വോൾട്ടേജാണ് നമ്മുടെ റെഫറൻസ്. ഓൾവേസ് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണ്, നമ്മുടെ റെഫറൻസ് എന്ന് പറയുന്നത് ഓൾവേസ് വോൾട്ടേജ് ആയിരിക്കും. ആ വോൾട്ടേജിനെ കറണ്ട് ലീഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ദാറ്റ് ഈസ് ഇൻ ദിസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ലീഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇതൊരു 30 degree ലീഡായിരിക്കും. അത് ഇങ്ങനെയാണെങ്കിലോ അത് ലാഗ് ചെയ്യും, വോൾട്ടേജിന് കറണ്ട് ലാഗ് ചെയ്യും. സോ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദി വോൾട്ടേജ് ഓർ കറണ്ട് ലീഡ്സ് ദി വോൾട്ടേജ്. ആ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ എപ്പോഴും വോൾട്ടേജിനെ റെഫറൻസായി എടുത്തുകൊണ്ട് കറണ്ട് എന്താണ് ചെയ്യുന്നത്, ലീഡാണോ ലാഗാണോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇവിടെ വോൾട്ടേജ് 230 ആംഗിൾ -15 degree ആണ് അല്ലേ. സോ നമ്മളൊരു 0 ലൈൻ വരയ്ക്കുകയാണെങ്കിൽ 0 degree ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് -15 degree. സോ ഇവിടെയാണ് നമ്മുടെ വോൾട്ടേജ് വരുന്നത്. സോ നമ്മുടെ കറണ്ട് വരുന്നത് -30 degree. സോ ദിസ് ഈസ് -30 degree. സോ ഇവിടെ ഓഫ് കോഴ്സ് കറണ്ട് എന്ത് ചെയ്യാണ്,
വോൾട്ടേജിനെ ലാഗ് ചെയ്യാണ്. ലാഗ്സ് ബൈ ആൻ ആംഗിൾ ഓഫ് എത്രയാ 15 ഡിഗ്രി ലാഗ്സ് ആണ്. സോ നമ്മുടെ പവർ ഫാക്ടർ എന്തായിരിക്കും? പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു cos 5 ദാറ്റ് ഈസ് ഈക്വൽ ടു cos 15 ഡിഗ്രി ലാഗ്. ആംഗിൾ 15 ആണ്. എങ്ങനെയാണ് 15 കിട്ടിയിട്ടുള്ളത്? ആംഗിൾ മൈനസ് ചെയ്താൽ മതി അല്ലേ. നമ്മുടെ cos 5 എന്ന് പറയുമ്പോൾ വോൾട്ടേജിൻ്റെ ആംഗിൾ -15 ഡിഗ്രിയാണ്, കറണ്ടിൻ്റെ ആംഗിൾ -30 ഡിഗ്രിയാണ്. 15 ഡിഗ്രി കിട്ടിയിരിക്കുന്നത് -15 -30 ഡിഗ്രി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു +15 degree. That is the power factor angle. So cos 15 degree lag because current lags behind the voltage. So നമ്മുടെ ലാഗിങ് പവർ ഫാക്ടർ ആയിരിക്കും നമ്മുടെ ഒരു ആൻസർ വരുന്നത്. സോ ഈ ഒരു ഡാറ്റ നോക്കിയാൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും അത് ലാഗിങ് പവർ ഫാക്ടറാണ്. ബിക്കോസ് കറണ്ടിൻ്റെ ആംഗിൾ കുറവാണ്, -30 ആണ്. വോൾട്ടേജിൻ്റെ ആംഗിൾ ഒരു 15 ഡിഗ്രി എബോവ് ആണ്, ദാറ്റ് ഈസ് -15 ഡിഗ്രി. സോ കണ്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവർ ലാഗിങ് ആണെന്നുള്ള ആൻസറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. ദെൻ 10ാമത്തെ ചോദ്യം, ദ ലാസ്റ്റ് വൺ. ദ 100 number of 1 ohm linear bilateral resistances are connected in parallel and the combination is fed by a 10 ampere constant current source. The power delivered by the source is. സോ ഇതൊരു സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിൽ വി ഹാവ് എ 100 number of 1 ohm linear resistors which are connected in parallel. സോ നമുക്ക് പാരലായിട്ട് എത്ര റെസിസ്റ്റൻസസ് ഉണ്ട്? വി ഹാവ് 100 numbers of resistances which are connected in parallel. Okay, so each having a value 1 ohm ആണ് അല്ലേ. So number of resistance is given by n is equal to 100 and the resistance of each resistance എത്രയാ? that is 1 ohm ആണ്. ഇങ്ങനെ നമ്പർ ഓഫ് റെസിസ്റ്റൻസ് സെയിം വാല്യൂ ഉള്ളത് നമ്മൾ പാരലൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ കണക്റ്റഡ് ഇൻ പാരലൽ ആണെങ്കിൽ നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ആർ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ എൻ ആണ് അല്ലേ. നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. സോ 1 divided by 100 ohms എന്നുള്ളതാണ് നമ്മുടെ വാല്യൂ നമുക്ക് വരുന്നത്. സോ ഇവിടെ ഇത് ഫെഡ് ബൈ എ 10 ampere കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ്. സോ ഇതിലേക്ക് നമ്മളൊരു 10 ampere കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നു ലൈക്ക് ദിസ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദി പവർ ഡെലിവേർഡ് ബൈ ദി സോഴ്സ്? ഈ സോഴ്സ് ഡെലിവർ ചെയ്യുന്ന പവറാണ്. നമുക്കറിയാം പവറിൻ്റെ ഇക്വേഷൻ ഡയറക്റ്റ് കൊടുക്കാം. ദാറ്റ് ഈസ് I² ഇൻറ്റു ആർ എന്നുള്ളതാണ്. സോ ഈ ഒരു സർക്യൂട്ടിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളത്. സോ I² ഇൻറ്റു ആർ ഇഫക്റ്റീവ് ദാറ്റ് ഈസ് ഈക്വൽ ടു 10² ഇൻറ്റു ആർ ഇഫക്റ്റീവ് ഈസ് നത്തിങ് ബട്ട് 1/100 വിച്ച് ഈസ് ഈക്വൽ ടു 100/100 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദ യൂണിറ്റ് ഓഫ് പവർ ഈസ് വാട്ട്സ്. സോ 1 watts ഈസ് ദി റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ ബിയിലാണ് നമുക്ക് 1 watts കാണുന്നത്. സോ ഇതോടുകൂടി ഒരു 10 questions നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഡീറ്റെയിൽഡ് ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. സോ അടുത്ത ഒരു 10 questions ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരേക്കും ബൈ.